ഞാൻ BJP കാരനാണ്. BJP കാരനാണ്. എന്നാലും അത് പറഞ്ഞോ ചങ്കുക്ക പറ. BJP ഞാൻ BJP കാരനാണ്. ഇല്ല, കേരളത്തിൽ വരില്ല. കേരളത്തിൽ BJP വരില്ല. ഉറപ്പാണ് എന്ന് BJP പ്രവർത്തകൻ പറയുന്നു. അങ്ങനെയും കൂടി പറഞ്ഞു. ഇല്ല, ട്രിവാൻഡ്രത്ത് എന്താ സംഭവിക്കുന്നുള്ളത് രാഷ്ട്രീയമായിട്ട് ഇത്തിരി ബുദ്ധിയുള്ളവർക്കൊക്കെ മനസ്സിലാവും. ട്രിവാൻഡ്രത്തും എറണാകുളത്തും കൊച്ചിയിൽ എന്താ സംഭവിക്കുന്നുള്ളത്. തൊഴിലാളികൾക്ക് ഈ ഭരണം കൊണ്ട് വളരെ ഉപകാരവും ഇല്ലാതെ ആരും നിഷ്പക്ഷമായിട്ട് ആയിരിക്കും അങ്ങനെ മാന്യമായിട്ട് വണ്ടി ഓടാൻ പറ്റുന്നുണ്ട്. ഈ 5 വർഷം കൂടി പിണറായിക്ക് അവസരം കൊടുക്കാൻ ചേട്ടൻ ആഗ്രഹിക്കുന്നുണ്ടോ? ആഗ്രഹിക്കാണ്ടിരിക്കുന്ന കാരണം അയാള് വെറുതെ എന്തൊക്കെയാ പറഞ്ഞുകൊണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. മായത്താളം മാത്രമേ ഉള്ളൂ. രമേശ് ചെന്നിത്തല എങ്ങനെയുണ്ട്? രമേശ് ചെന്നിത്തല അവിടെ അങ്ങനെ ഒരു നേതാവ് ഉണ്ടാ? അല്ലെങ്കിൽ അവര് തമ്മിലോട് അടി നിർത്തട്ടെ. അവര് വേദി കിടന്നിട്ട് പരസ്യമായിട്ട് അടി, ക്യാമറ ഓണായി നിൽക്കണതും അതായത് മൈക്കിരിക്കണതും ആ ഒരു ബോധം പോലും ഇല്ലാണ്ട് വേദി കിടന്ന് പരസ്യമായിട്ട് അടി കൂടുന്ന ആൾക്കാർക്ക് ഭരണം കിട്ടിയ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ഇത് കണ്ടുപിടിക്കാൻ നിഷ്പക്ഷമായിട്ട് ആൾക്കാർക്കാണെങ്കിലും പാർട്ടിക്കാർ ആർക്കാണെങ്കിലും മനസ്സിലാവും. അതായത് ഇപ്പോൾ 10 വർഷമായിട്ടില്ലേ പിണറായി ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് കേരളം. ഇനി ഒരു 5 വർഷം കൊണ്ട് ചേട്ടന് അവസരം കൊടുക്കാൻ തോന്നുന്നുണ്ടോ പിണറായിക്ക് എന്നുള്ളതാണ് ചോദ്യം. അവസരം കൊടുക്കണം. കൊടുക്കണം. അത്രയ്ക്ക് നല്ല ഭരണമാണ് കഴിച്ചിട്ട്. കുഴപ്പമില്ല. മറ്റ് UDF കൊടുക്കുകയും ചെയ്യാൻ കുറച്ച് ബെറ്റർ ആക്കുമ്പോൾ അങ്ങനെ തോന്നുന്നുണ്ടോ? ആരായാലും നമുക്ക് ആര് വന്നാലും ഇതൊക്കെ തന്നെ. പോരായ്മ ഒന്നുമില്ല ഇപ്രാവശ്യത്തെ ഭരണത്തിൽ. ഒരു പോരായ്മ ഇല്ല. ഇത് ചേട്ടൻ കമ്മ്യൂണിസ്റ്റുകാരനാണ്. അതുകൊണ്ടാണ് അല്ലേ കമ്മ്യൂണിസ്റ്റ് ജെന്യൂനായിട്ട് സത്യസന്ധമായിട്ട് പറയുമ്പോൾ യാതൊരു പോരായ്മ തോന്നിയിട്ടില്ല. കുഴപ്പമില്ലാത്ത പറഞ്ഞാണ്. അപ്പൊ പിണറായി അല്ലാതെ ഭരിക്കാൻ യോഗ്യതായിട്ടുള്ള മുഖ്യമന്ത്രി ആരായിരുന്നു? വേറെ നേതാക്കന്മാരും ഇല്ലേ LDF ഭരിക്കാൻ യോഗ്യതയുള്ള പിണറായി അല്ലാതെ? അവര് തീരുമാനിച്ചോളൂ. അല്ല, വേറെ നേതാക്കളില്ലേ? അത് ചോദിക്കാണ്. വേറെ നേതാക്കളി അതെങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ഒരു കാര്യം ചോദിച്ചേട്ടാ, ഈ ഒരു ഇപ്പോ ചേട്ടൻ കമ്മ്യൂണിസ്റ്റുകാരനാണ് നിന്നാൽ പോലും ഞാൻ വേറെ കാര്യം ചോദിക്കുക. അത് UDF ഇല്ലല്ലേ നല്ലൊരു ഇമാജിനറി ക്വസ്റ്റ്യൻ ആണ് വിചാരിക്കുക. സപ്പോസ് വിചാരിക്കുക അത് UDF ഭരണത്തിൽ കയറി അപ്പോൾ ആരായിരിക്കും മുഖ്യമന്ത്രി ആവേണ്ടത്? ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ നിലയിൽ ചേട്ടൻ എങ്ങനെ ഉത്തരം പറയും? UDF ആരും മുഖ്യമന്ത്രി ആവാൻ യോഗ്യത? VD സതീശൻ. VD സതീശൻ നല്ല നേതാവാണോ? വേറെ ആരില്ല? രമേശ് ചെന്നിത്തല നല്ലത് ഇയാളാണെന്ന് തോന്നുന്നു. അതായത് ഇപ്പൊ കേരളം 10 വർഷമായിട്ട് പിണറായിയുടെ കയ്യിലാണ്. പിണറായി ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് കേരളം. ഇനി ഒരു 5 വർഷം കൂടി പിണറായിക്ക് അവസരം കൊടുക്കാൻ ചേട്ടൻ ആഗ്രഹിക്കുന്നുണ്ടോ? ആഗ്രഹിക്കാതിരിക്കാൻ എന്താ കാരണം? ആഗ്രഹിക്കാൻ കാരണങ്ങളൊന്നുമില്ല. 10 വർഷത്തെ ആഗ്രഹിക്കാതിരിക്കാൻ എന്താ കാരണം? ചേട്ടൻ പറ. ചേട്ടനോടല്ലേ ഞാൻ ചോദിച്ചേ. അതാ ചോദിച്ചാ ആഗ്രഹിക്കാതിരിക്കാതില്ല കാരണമുണ്ടോ? കാരണങ്ങളൊന്നുമില്ല. ചേട്ടൻ പറ. ഇത്ര നല്ല ഭരണത്തില് പിന്നെ ആരാലും ആഗ്രഹിക്കൂലേ? ആരെന്നല്ല ആരാലും ആഗ്രഹിക്കും അടുത്ത ഭരണം വരെ. അത്ര നല്ല ഭരണം വെച്ചോണ്ടിരിക്കണ. അമ്പല വിഷയം, അവിടുത്തെ ശബരിമല വിഷയമൊക്കെ പറയുന്നുണ്ട്. ഓരോരുത്തര് ഏറ്റി പറയുന്നുണ്ട്. സ്വർണ്ണക്കള്ളെടുത്ത് അഴിമതി എന്നൊക്കെ പറയുന്നുണ്ട്. അതിനൊക്കെ എന്താ പറയാനുള്ളത്? ചേട്ടൻ കമ്മ്യൂണിസ്റ്റുകാരനാന്ന് തോന്നുന്നു അല്ലേ? അല്ല, എന്താണെന്ന് ശബരിമല അല്ല കമ്മ്യൂണിസ്റ്റുകാരനാണ് ചേട്ടാ. ശബരിമല വിഷയത്തിൽ കുറെ വിവാദങ്ങളൊക്കെ വന്നോണ്ടിരിക്കുന്നുണ്ടല്ലോ. അറിഞ്ഞിട്ടുണ്ടായിരുന്നോ? അതൊക്കെ അറിഞ്ഞു. അതിലെന്താ പറയാനുള്ളത്? അപ്പൊ അതൊന്നും അഴിമതിയല്ല. അഴിമതി വിമുക്ത പിണറായി വിജയൻ സർക്കാരായിരുന്നു ഈ വർഷം. ശബരിമലയിലൊക്കെ അഴിമതി കാണിച്ച പിണറായിന്ന് തന്നോട് ആര് പറഞ്ഞു? എന്നോട് അറിയില്ല. അങ്ങനെ വിമർശനങ്ങൾ ഉന്നയിച്ചു. ഈന്തപ്പഴത്തിൽ സ്വർണം കടത്തി, ബിരിയാണി ചെമ്പിൽ സ്വർണ്ണം കടത്തി എന്നൊക്കെ പറഞ്ഞ ആൾക്കാരല്ലേ ഇതിനപ്പുറം പറയും. ഇതിന്റെ അപ്പുറം കേൾക്കാൻ പറ്റും. പക്ഷെ ഭരണം അടുത്ത കിട്ടുകയും ചെയ്യും. കേരളം ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് പിണറായി വിജയൻ. ഇപ്പൊ ചേട്ടൻ ഒരു 5 വർഷം കൂടി പിണറായിക്ക് അവസരം കൊടുക്കാൻ ചേട്ടൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്നാണ് ചോദ്യം. ഇല്ല. കാരണം ഞങ്ങൾ ബുദ്ധിമുട്ടുണ്ട്. എന്തൊക്കെ ബുദ്ധിമുട്ടാ ചേട്ടൻ 10 വർഷത്തിൽ അനുഭവിച്ചത്? 10 വർഷം ഒന്നില്ല വണ്ടി കണ്ടമണ വണ്ടി വന്ന് ഞങ്ങൾക്ക് അതാണ്. ഓട്ടം കൂടിയതുകൊണ്ട് ചേട്ടൻ പ്രശ്നമായി. ഓട്ടം കൂടിയതല്ല, ഓട്ടം കൂടുതൽ വണ്ടിയെ കൂടുതലായി. വണ്ടികളെ ഓട്ടോറിക്ഷയുടെ എണ്ണം കൂടിയതുകൊണ്ട് ചേട്ടൻ്റെ പക്ഷേ അപ്പൊ ഇത്ര ഓട്ടോയുടെ ആവശ്യം കേരളത്തിൽ ഇല്ലാന്നാണ് പറഞ്ഞത്. കേരളം മൊത്തം ഇവിടെ തന്നെ കിടന്ന് ഓടുന്നുണ്ട്. അതുകൊണ്ട് തീരുമാനം കേരളത്തിലെ മൊത്തം ഓട്ടോകളും കൊച്ചിയിലാണോ? കൊച്ചിയിലാവും. അതാണ് ചേട്ടൻ ഏറ്റവും വലിയ പ്രശ്നം. പിണറായി കൊണ്ടുള്ള പ്രശ്നമാണിത്. ഇത് നടപ്പിലാക്കണില്ല. ആരും നടപ്പിലാക്കണില്ല. കാര്യമില്ല. ഇപ്പൊ ആര് ഭരിക്കണം? UDF ഭരിക്കണം? UDF അല്ല, ആര് വന്നാലും എല്ലാം കണക്കാ. ഞങ്ങൾ ബുദ്ധിമുട്ട് ഇതാണ്. അല്ല, സപ്പോസ് ഇനി UDF ഭരിക്കുകയാണെങ്കിൽ ആര് നേതാവാണെന്ന് ചേട്ടൻ ആഗ്രഹിക്കുന്നു? അവന്മാര് ആരില്ല. നേതാവന്മാർ തമ്മിൽ അടുത്ത് പിരിയണതാ. അതൊക്കെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിനാലും കുഴപ്പമില്ല. UDF-നേക്കാൾ നല്ലത് LDF തന്നെയാണ്. UDF കാട്ടിലും LDF ആണ് പറ്റും.
ഈ UDF ഒരു നേതാവും തോന്നുന്ന ഒരു പേര് പറയാൻ പറ്റും, ഒരു ഒറ്റ എണ്ണം. UDF ഇപ്പൊ ആരാണുള്ളത്? വി.ഡി. സതീശനൊക്കെ എങ്ങനെ ഉണ്ട്? അയാള് വെറുതെ എന്തൊക്കെയാ പറഞ്ഞുകൊണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. മായത്താളം മാത്രമേ ഉള്ളൂ. രമേശ് ചെന്നിത്തല എങ്ങനെ ഉണ്ട്? രമേശ് ചെന്നിത്തല അവിടെ അങ്ങനെ ഒരു നേതാവ് ഉണ്ടാ? ആളെ കാണാനില്ലല്ലേ? ശരി. അതായത് 10 വർഷമായിട്ടില്ലേ കേരളത്തിൽ പിണറായി വിജയൻ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. പിണറായിയുടെ കേരളമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇനി ഒരു 5 വർഷം കൂടി പിണറായിക്ക് അവസരം കൊടുക്കാൻ ചേട്ടൻ ആഗ്രഹിക്കുന്നുണ്ടോ? നമുക്ക് കുഴപ്പമില്ല, ഭരണത്തിന് ഭരിച്ചുകൊണ്ട് തരക്കേടില്ലാത്ത ഭരണമാണ്. എന്തെങ്കിലും ഒരു പോരായ്മ എന്ന് പറയാൻ ചേട്ടൻ എന്താ തോന്നിയുള്ളത്? പോരായ്മ എന്ന് പറയാനായിട്ട് ഇപ്പോഴത്തെ ഓരോ പല പ്രശ്നങ്ങളും ഉണ്ടല്ലോ. ചേട്ടൻ കമ്മ്യൂണിസ്റ്റുകാരനാണോ? അത് സത്യമായിട്ട് പറയും ചേട്ടൻ ഒരു പോരായ്മ പറയാം. യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരനെ എന്തെങ്കിലുമൊക്കെ വിമർശനങ്ങൾ ഉന്നയിക്കുമല്ലോ. നമ്മൾ നാട് നന്നാവണം എന്നെല്ലാം ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ചൊന്നും പറയാൻ പോലെ നല്ല രീതിയിലുള്ള ഭരണം കാഴ്ചവെച്ച് ഇനിയും ഭരണത്തിൽ വരാൻ പറ്റും, അതല്ലെങ്കിൽ ഉണ്ടാവില്ല. യഥാർത്ഥ കമ്മ്യൂണിസ്റ്റായിട്ട് കുറിച്ച് പോരായ്മകൾ പറയണ്ടേ? ഈ എന്തെങ്കിലും പോരായ്മ പറയാത്തവരൊക്കെ അവൻ്റെ അടിമകള്, പാർട്ടിയുടെ അടിമയായിട്ട് കഴിയുന്നല്ല തോന്നലാണ് പലർക്കും വരുന്നത്. പറയാൻ രാഷ്ട്രീയം നമുക്ക് കറക്റ്റായിട്ട് ഇപ്പൊ എന്തെങ്കിലും വേറെ ചോദ്യം, UDF സപ്പോസ് UDF ഭരിക്കുകയാണെങ്കിൽ നല്ല നേതാവ് ആരായിരിക്കും? UDF കേരളം ഭരിക്കാൻ പറ്റിയ നേതാവ് ആരായിരിക്കും? ഭരിക്കാൻ പറ്റിയ ഇപ്പൊ ആരാന്ന് പറയാൻ പറ്റില്ല. വി.ഡി. സതീശനൊക്കെ ഉണ്ട്, രമേശ് ചെന്നിത്തല എല്ലാം കണക്കാണ്. കാര്യമൊന്നുമില്ല. 10 വർഷമായിട്ടില്ലേ പിണറായി കേരളം ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി 5 വർഷം കൂടി പിണറായിക്ക് ചേട്ടൻ അവസരം കൊടുക്കാൻ ചേട്ടൻ ആഗ്രഹിക്കുന്നുള്ളതാണ് ചോദ്യം. അഭിപ്രായമില്ല. അത്രയും മോശം ഭരണമാണോ? മോശം ഭരണമെന്നല്ല, ചില കാഴ്ചപ്പാടുകൾ മോശമുണ്ട്. ചേട്ടൻ കേരളത്തിൽ ജീവിക്കുന്ന ഒരു ജനത എന്ന നിലയിൽ, ഒരു ജനം എന്ന നിലയിൽ ചേട്ടൻ അഭിപ്രായം പറഞ്ഞാൽ അതിനെ വിമർശനങ്ങൾ ഉന്നയിച്ച് അവർക്ക് മാറ്റം വരണ്ടേ? എന്താ പറയുക, പോരായ്മകൾ എന്തൊക്കെ 10 വർഷത്തെ? നമുക്ക് എണ്ണി പറയാൻ പറ്റത്തില്ല. എണ്ണ കയ്യിൽ എണ്ണാവുന്നേ കൂടുതലാണോ? പറയാൻ പറ്റില്ല. നമുക്ക് എന്തെങ്കിലും അഭിപ്രായം പറയാൻ പേടിയാണോ പിണറായി? അങ്ങനെയില്ല, ഞാനൊരു വിശ്വാസിയാണ്. അതുകൊണ്ട് അഭിപ്രായം പറയാനില്ല. എന്തെങ്കിലും ഒരു LDF എന്നാലും യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് ആണെങ്കിൽ എന്തെങ്കിലുമൊക്കെ വിമർശനങ്ങൾ പറയണ്ടേ? അതല്ല അതിന്റെ ശരിയോ സത്യാവസ്ഥ. അങ്ങനെ വിമർശിക്കാൻ നമ്മൾ പാർട്ടിയിലാരും വിശ്വാസിയാന്ന് മാത്രമേ പാർട്ടി വിശ്വാസിയാന്ന് മാത്രമേ ഒന്നും പറയാനൊന്നുമില്ല. LDF എന്താണ് പാർട്ടിയുടെ അടിമ എന്ന ലെവലിലാണോ? അടിമയൊന്നുമില്ല, വ്യക്തമായ കാഴ്ചപ്പാടുള്ള ആളാണ്. പക്ഷെ പറയില്ലല്ലോ എന്താണ് അഭിപ്രായം. അഭിപ്രായം പറയാനായിട്ടുള്ള ഞാനൊരു വിശ്വാസിയാന്ന് ഞാൻ പറഞ്ഞില്ല. ചേട്ടൻ വിശ്വാസി, പാർട്ടി വിശ്വാസിയാണ്. അതുകൊണ്ട് അഭിപ്രായം. ഞാൻ ഒരു കാര്യം പറയട്ടെ, താനിപ്പോ മാന്യമായിട്ട് വണ്ടി ഓടണില്ലേ? മുമ്പ് എങ്ങനെയായിരുന്നു ഓർമ്മ ഉണ്ടോ? നമുക്ക് ഞങ്ങൾ തൊഴിലാളികൾക്ക് ഈ ഭരണം കൊണ്ട് വളരെ ഉപകാരവും ഇല്ലാതെ നിഷ്പക്ഷമായിട്ട് ആയിരിക്കും അങ്ങനെ മാന്യമായിട്ട് വണ്ടി ഓടാൻ പറ്റുന്നുണ്ടോ? മനസ്സിലായി. പോലീസുകാരെ മറ്റുള്ള ആൾക്കാരെ മെക്കിട്ടേറിൽ കുറവാണ്, അത് തന്നെ കാര്യം. ഇനി സ്റ്റാൻഡിൽ കിടന്ന് വണ്ടി ഓടണം തന്നെ ഈ കൊടിയോളുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ വണ്ടി ഓടിപ്പിക്കില്ല, പോലീസുകാർ ഇടിക്കും. ബ്ലോക്കാന്ന് പറഞ്ഞ് എടുത്ത് മാറ്റാൻ. പിണറായി വിജയന്റെ കാരണമാണ്. പിണറായി വിജയന്റെ ഈ കൊടിയുടെയാണ്, ഈ കൊടിയുടെയൊക്കെ നേതാവാരാണ് ഇത്. പിണറായി ഉണ്ടാക്കിയല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ഭാഗമാണ് പിണറായി വിജയനും ഞാനും ഇയാളല്ല. പിണറായി പാർട്ടി കേരളം ഇപ്പൊ ഭരിച്ചുകൊണ്ടിരിക്കുന്ന LDF പിണറായി ഞങ്ങൾക്ക് പോകാലോ. ഒരാളെ ഗുണം പോരായ്മ ഒന്നുമില്ല. ഒരു പോരായ്മ ഇല്ല. 10 വർഷത്തിൽ ഒരു പോരായ്മ ഒന്നുമില്ല. ഒരു പോരായ്മയില്ലാത്ത ആരാണുള്ളത്? ദൈവം എന്ന് പറഞ്ഞ ആൾക്കാർക്ക് അടുത്ത് പോരായ്മയിട്ടില്ല. പ്രവാചകൻ എന്നും പറഞ്ഞ ആൾക്കാർ പൂജിക്കുന്ന ആൾക്കാർക്കും പോരായ്മ. ജനിക്കണ പിള്ളേർ സ്വരാജ് കൃത്യമായിട്ടൊരു ഒരു ചാനൽ ഇത് പറഞ്ഞിട്ടുണ്ട്. ജനിച്ച പിള്ളേർക്കും മരിച്ചെടുക്കാൻ ശവത്തിനല്ലാതെ പോരായിക അല്ലെങ്കിൽ കുറവ് തെറ്റ വരാത്ത ഒരു വ്യക്തി ഉണ്ടായിട്ടില്ല. അത് തന്നെ ഇതിന് ഉത്തരം, വേറെ ഒന്നുമില്ല. ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരൻ നിലയിലില്ല. വീണ ജോർജ് എന്ന മന്ത്രിയെ കുറിച്ച് എന്താ പറയുള്ളൂ? വീണ ജോർജിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? വീണ ജോർജ് നല്ല മന്ത്രിയല്ലേ? നല്ല മന്ത്രിയല്ല, അന്ന് ആരോഗ്യമന്ത്രിയല്ലേ? കൃത്യമായിട്ട് ചെയ്യണില്ല. ശൈലജ ടീച്ചർ ചെയ്താൽ ബാക്കി പുള്ളി ചെയ്യണം. അങ്ങനെ ഒന്നും പറയാൻ പറ്റില്ല, അങ്ങനെ ഒന്നും ഞങ്ങൾക്ക് താരതമ്യം ചെയ്യാൻ പറ്റില്ല. രണ്ടുപേരും നല്ല മന്ത്രിമാരാണ്. ശൈലജ ടീച്ചർ ഉണ്ടായ സമയത്ത് വളരെ പ്രശ്നങ്ങൾ നടന്ന സമയത്ത് അത് കൈകാര്യം ചെയ്തു, നല്ലൊരു കൈകാര്യം ചെയ്തു.
വീണ ജോർജ് എന്ന സമയത്ത് അത്ര പ്രശ്നങ്ങൾ വന്നിട്ടില്ല. അപ്പോൾ ആ സമയത്ത് എങ്ങനെ കൈകാര്യം ചെയ്ത് നമുക്ക് അറിയാനും പാടില്ല. ഭരിക്കുന്ന സമയത്ത് ഉണ്ടായ സമയത്താണ് കൊറോണ പോലത്തെ വേദികൾ വന്ന് അവരത് കൃത്യമായിട്ട് കൈകാര്യം ചെയ്തു പോയി. വീണ ജോർജ് വന്ന സമയത്ത് അത്ര വേദികൾ വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എങ്ങനെ നിലവിൽ നല്ല രീതിയിൽ കൈകാര്യം ചെയ്തുകൊണ്ട് മറ്റേ കുറച്ച് സമരങ്ങളും അഭിനയം കാര്യങ്ങളും വീണ നല്ല നടിയാന്നൊക്കെ അഭിനയം എങ്ങനെ പറയുള്ളൂ? അവർ മെഡിക്കൽ കോളേജിൽ കിടന്നതും എല്ലാവരും കണ്ടതല്ലേ, പിന്നെ അഭിനയം എങ്ങനെ പറയും? എനിക്കറിയില്ല. ഇത് രാഷ്ട്രീയമായിട്ട് ശരിക്കും പറഞ്ഞാൽ ഇത് രാഷ്ട്രീയ കളി ഉണ്ടാകുന്ന എനിക്ക് സംശയമുണ്ട്. ആൾക്കാർ കുറേ ഫേസ്ബുക്കും ഉണ്ട്, വാട്സപ്പും ഉണ്ട്, അതും വെച്ച് കുറേ ആൾക്കാർ അവരവ കുറച്ച് ഉണ്ടാക്കി വിടലും ഒക്കെ ആയിട്ടുണ്ട്. ഇത് ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കും. ജനങ്ങൾ പണ്ടത്തെ പോലെ ഏതൊരു 2 പത്രം മാത്രം വായിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുന്ന അവസ്ഥയല്ല ഇപ്പോൾ. ഇത് ഫേസ്ബുക്കും കുന്തവും കുറുപടിയും എല്ലാം ഉള്ളതുകൊണ്ടേ ഏതിനും പത്രമോ അല്ലെങ്കിൽ ഏതിനും ചാനൽ കൊണ്ട് നുണ കിട്ടാൻ മുമ്പ് അത് വിഴുങ്ങി അത് മാത്രം വിശ്വസിക്കുന്ന കാലമൊക്കെ കഴിഞ്ഞ് ഞാൻ വേറെ സപ്പോസ് UDF ഭരിക്കുകയാണ്, UDF നല്ല നേതാവ് ആരെയും ഭരിക്കാൻ യോഗ്യതയായിട്ടില്ല. ഇവിടെ ഞാനാ തന്നോട് നേരത്തെ ക്യാമറ കിട്ടുമ്പോൾ പറഞ്ഞ ആദ്യം അവർ തമ്മിലോട് അടി നിർത്തട്ടെ. അവർ വേദി കിടന്നിട്ട് പരസ്യമായിട്ട് അടി, ക്യാമറ ഓണായി നിൽക്കണതും അതായത് മൈക്ക് ഇരിക്കണതും ആ ഒരു ബോധം പോലും ഇല്ലാണ്ട് വേദി കിടന്ന് പരസ്യമായിട്ട് അടി കൂടുന്ന ആൾക്കാർക്ക് ഭരണം കിട്ടി എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ഇത് കണ്ടുപിടിക്കാൻ നിഷ്പക്ഷമായിട്ട് ആൾക്കാർക്കാണെങ്കിലും പാർട്ടിക്കാർ ആർക്കാണെങ്കിലും മനസ്സിലാവും. അവർ തമ്മിൽ അടിയായി നിൽക്കട്ടെ, എന്നിട്ട് ഭരിക്കാൻ കയറാൻ പറ. അപ്പം അമ്മേനടി നിർത്തിയിട്ട് എല്ലാവരും അംഗീകരിക്കണം, ബഹുമാനിക്കണം ഒരു നേതാവിനെ അവർ തിരഞ്ഞെടുക്കാൻ പറ. അങ്ങനെ നേതാവ് നിലവിലില്ല, ആരില്ല. VD സതീശനൊക്കെ ആരുമില്ല. VD സതീശനെ പരസ്യമായിട്ട് INUസിൻ്റെ ഒരുത്തനക്ക് തെരു പറഞ്ഞത് ഞങ്ങളെല്ലാവരും പ്രാവശ്യം കണ്ടതല്ലേ. INUസിൻ്റെ ഒരുത്തൻ നിന്നിട്ട് INUസിൻ്റെ ഒരാൾ നിന്നിട്ട് VD സതീശൻ അത് ചെറുത്തടിക്കുന്ന അയാൾ പറഞ്ഞു INUസിൻ്റെ ഒരു പ്രവർത്തകൻ എന്താ പൊടിയും പിടിച്ചെന്ന് പറഞ്ഞതാണ്. അപ്പോൾ എല്ലാവരും അംഗീകരിക്കുന്ന നേതാവ് അവർക്ക് ആദ്യം വരട്ടെ. നിലവിൽ ആരുമില്ല, തമ്മിലടി മാത്രമേ ഉള്ളൂ. അയാൾ ഇയാളെയും പാരോക്കും, ഇയാൾ അയാളെയും പാരോക്കും. കരുണാകരനും ആന്റണിക്ക് ശേഷം എനിക്ക് തോന്നുന്നില്ല എല്ലാവരും ഒരേപോലെ കാണുന്ന ഒരു നേതാവ് അവർക്ക് ഉണ്ടെന്ന്. സുധാകരൻ വരും, മറ്റേ അങ്ങേര് സിംഹമൊന്നും പറഞ്ഞു വന്ന് അങ്ങേര് പോയ വഴിയില്ല. നിലവിലുള്ളവരൊക്കെ KPCC പ്രസിഡന്റ് കുറേ പേർക്ക് അറിയാൻ പോലും പാടില്ല. അങ്ങനത്തെ ഒരാളാണ്. VD സതീശനാണെങ്കിൽ ഇത് പറയേണ്ടവരോട് ഇത് കണ്ടത് നിങ്ങൾ ചാനലോട് കാണണേ ഇവർ കാണിച്ചു കൂട്ടുന്നത്. പിന്നെ ഇതിനാ പ്രത്യേകിച്ച് പറയണത്. ആദ്യം അവർക്ക് എല്ലാവരും അംഗീകരിക്കുന്ന നേതാവ് അവർക്ക് വന്നെ നിലവിലില്ല കേരളത്തിൽ. അതില്ല. നിലവിലെല്ലാവരും കോൺഗ്രസ്സുകാർ, മറ്റുള്ള ജനങ്ങളാരും ഈ പറയണേ, സാധാ ജനങ്ങൾ അംഗീകരിക്കുന്ന ആരുമില്ല പറയണ. കോൺഗ്രസ് അണികളും കോൺഗ്രസ് നേതാക്കന്മാരും കോൺഗ്രസ് പ്രവർത്തകരും മനസ്സിലായി. അതിന് പൊതുജനങ്ങളെ നിഷ്പക്ഷക്കാരല്ലേ ഈ പറയണ. കോൺഗ്രസ്സിലെ ആൾക്കാർ പ്രവർത്തകരും കോൺഗ്രസ്സിലെ ആളുകൾ അവരെ അംഗീകരിക്കുക, എല്ലാവരും കൂടെ അംഗീകരിക്കുക. നേതാവിനെ അവർ ആദ്യം കണ്ടുപിടിക്കട്ടെ, എന്നിട്ട് ഭരണം പിടിക്കാൻ പറ. അത് അംഗീകരിക്കുന്ന ആളില്ലാന്ന്. അതല്ലേ പൊതുജനങ്ങൾക്ക് ബഹുമാനമുള്ള ആൾ പോട്ടെ. ഇപ്പോൾ മറ്റുള്ള പാർട്ടിക്കാർ ബഹുമാനിക്കുന്ന ആൾക്കാർ പോട്ടെ. അത് കരുണാകരനെ ആന്റണിയോട് കഴിഞ്ഞ് മനസ്സിലായ ആ കഴിഞ്ഞ്. അതേപോലെ നേതാവ് ആദ്യം പറ്റേ. കോൺഗ്രസ് അണികൾ, ഞാൻ പിന്നെ ഒന്നുകൂടി പറയാം, കോൺഗ്രസ് അണികളും കോൺഗ്രസ് നേതാക്കന്മാരും കോൺഗ്രസ് പ്രവർത്തകരും അവരെല്ലാവരും ഒരേപോലെ അംഗീകരിക്കുകയും ബഹുമാനിക്കുന്ന നേതാവ് അവർക്ക് വരട്ടെ, എന്നിട്ട് ഭരണം പിടിക്കാൻ പറ്റും. അല്ലാണ്ട് ഭരണം പിടിച്ചിട്ട് എനിക്ക് തോന്നുന്നത് ഭരണം പിടിക്കുന്നു. പിന്നെ വേറെ കാര്യം, അതായത് BJP വളർന്നുകൊണ്ടിരിക്കുകയെന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ അഖിൽമാരാർ, ഡോക്ടർ റോബിനൊക്കെ അറിയോ? അഖിൽമാരൊക്കെ BJPയിൽ ഈ മെമ്പർഷിപ്പ് എടുത്തു. അഖിൽമാരാർ മത്സരിക്കാൻ പോകുന്നു പാലക്കാട് അല്ലെങ്കിൽ കൊല്ലം കൊട്ടാരക്കര എന്നൊക്കെ പറയുന്നുണ്ട്. മത്സരിക്കട്ടെ, ജനാധിപത്യ രാജ്യമല്ലേ, ഏത് പാർട്ടിക്ക് മത്സരിക്കാൻ അവകാശമുണ്ട്, പ്രവർത്തിക്കാൻ അവകാശമുണ്ട്. അവരെ കഴിവനുസരിച്ച് വളരെ വളർന്നോട്ടെ, അതിന് തർക്കമൊന്നുമില്ല. അവരെ കഴിവനുസരിച്ച് അവിടെ വളരുന്നുണ്ടെങ്കിൽ വളർന്നു. അഖിൽമാരാർ അറിയോ? അഖിൽമാരാറിനെ കേട്ടിട്ടുണ്ട്, വലിയ പരിചയമൊന്നുമില്ല. കേട്ടിട്ടുണ്ട് പത്രങ്ങളിൽ ചാനലുണ്ട്, അല്ലാണ്ട് വേറെ പരിചയമൊന്നുമില്ല. ഞാൻ പറഞ്ഞത് ഇത് ജനാധിപത്യ രാജ്യം, ഏത് പാർട്ടിക്കും പ്രവർത്തിക്കാൻ. BJPക്ക് കുറച്ചധികം സീറ്റ് കിട്ടാൻ അവര് കഴിവ് സീറ്റ് കിട്ടുന്നത് കഴിവിട്ട് അവരെ കഴിവിൽ സീറ്റ് വാങ്ങിക്കട്ടെ. അതിന് എന്ത് ചെയ്യാൻ പറ്റും? കഴിവല്ല, അതൊക്കെ ജനങ്ങളാണല്ലോ വോട്ട് കൊടുത്തിട്ടാണ്. കേരള ജനങ്ങൾക്ക് കുറച്ച് വിദ്യാഭ്യാസമുള്ള ആൾക്കാരാണ്. അപ്പൊ എങ്ങനെയായിരിക്കും എന്നുള്ളത്, വിദ്യാഭ്യാസമുള്ള സ്ഥലത്ത് അവർ വളരെ ചാൻസ് കുറവാണ് എൻ്റെ അഭിപ്രായം. ട്രിവാൻഡ്രത്ത് എന്താ സംഭവിക്കുമെന്നുള്ളത് രാഷ്ട്രീയമായിട്ട് ഇത്തിരി ബുദ്ധിയുള്ളവർക്കൊക്കെ മനസ്സിലാവും. ട്രിവാൻഡ്രത്തും എറണാകുളത്തും കൊച്ചിയിൽ എന്താ സംഭവിച്ചെന്നുള്ളത് ഞാൻ പറയണില്ല, കാരണം എല്ലാം കൂടി ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവൂല. വേറെ ആയാലും കൂടി പറയട്ടെ. അപ്പോൾ ബുദ്ധിയില്ലാന്ന് പറയില്ല. ട്രിവാൻഡ്രത്തും കൊച്ചിയിലും എന്താ സംഭവിച്ചെന്നുള്ളത് കുറച്ച് രാഷ്ട്രീയ അറിയാവുന്ന ആൾക്കാർക്ക് മനസ്സിലാവും എന്താ അവിടെ ഇവിടെ സംഭവിച്ചത്. അത് തൃശ്ശൂർ സംഭവിച്ച് ഒരു പ്രാവശ്യം സംഭവിച്ച് കള്ളവോട്ടാണ് വിശ്വസിക്കുന്നുണ്ട് ചേട്ടാ. തൃശ്ശൂർ സംഭവിച്ച് അതുപോലെ തന്നെ തിരുവനന്തപുരത്തും കൊച്ചിയിലും സംഭവിച്ച്. എന്താ സംഭവിച്ചതെന്ന് തൃശ്ശൂരും കുറച്ച് സംഭവിച്ച്. ഇനി അത് കേരളം മൊത്തം സംഭവിപ്പിക്കുക. ഈ ഭരണം കിട്ടാനും മാറ്റാൻ വേണ്ടി കുറച്ച് അങ്ങനെ ഡീലിംഗൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ 3-4 സീറ്റ് കിട്ടുമായിരിക്കും. കോൺഗ്രസ് ഭരണത്തിൽ കയറാൻ വേണ്ടി അങ്ങനെ നടന്നാ എനിക്കറിയില്ല. സത്യന്തായ സീറ്റല്ല കിട്ടിയിട്ടില്ല. എങ്ങനെ
സത്യസന്ധമായിട്ടുള്ള സീറ്റല്ല BJP കിട്ടിയത്. സ്വന്തമായിട്ട് BJP ഞാൻ തനിക്ക് പറഞ്ഞ മനസ്സിലായിരുന്നു. എനിക്ക് രാഷ്ട്രീയം അറിയാന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നതാണ്. തിരുവനന്തപുരത്ത് ഞാൻ പ്രത്യേകം പറഞ്ഞില്ലേ, തിരുവനന്തപുരത്തും കൊച്ചി കോർപ്പറേഷൻ എന്താ സംഭവിച്ചെന്നുള്ളത് രാഷ്ട്രീയമായിട്ട് കുറച്ച് അറിവുള്ള ആൾക്കാർക്ക് മനസ്സിലാവും. അത് തൃശ്ശൂരിൽ നടന്ന കാര്യമാണ്. അതെന്താണെന്നുള്ളത് ഞാൻ തനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഇപ്പോൾ അതിപ്പോൾ ഞാൻ മനസ്സിലാവും. അത് കുറച്ച് ബോധമുള്ള ആൾക്കാർക്ക് മനസ്സിലാവും. 10 വർഷമായിട്ടില്ലേ പിണറായി കേരളം ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഒരു 5 വർഷം കൂടി പിണറായിക്ക് അവസരം കൊടുക്കാൻ ചേട്ടൻ ആഗ്രഹിക്കുന്നുള്ളതാണ് ചോദിക്കുന്നത്. എനിക്കൊരാഗ്രഹമില്ല, ഒരാളും ഭരിക്കണം എനിക്ക് ആഗ്രഹിക്കണം. ഭരിക്കാണ്ട് കേരളം മുന്നോട്ട് പോകില്ലല്ലോ. കേരളം മുന്നോട്ട് വേണമെങ്കിൽ ആരെങ്കിലൊക്കെ ഭരിക്കണ്ടേ? ഒക്കെ കള്ളന്മാരാണ്. ആരാണ് ഇപ്പൊ 10 വർഷത്തിൽ ഏറ്റവും വലിയ കള്ളം പിണറായിയാണ്? അത് ഞാൻ പറയുന്നില്ല. എന്ത് പറയാത്ത ചേട്ടൻ വോട്ട് കൊടുക്കുക, വോട്ട് ചെയ്യാറുണ്ടോ? വോട്ടാ വോട്ട് ചെയ്യാൻ എനിക്കിഷ്ടമുള്ള ആൾക്കാർക്ക് വോട്ട് ചെയ്യുന്നുള്ളതിൽ ചേട്ടൻ അഭിപ്രായം പറയണ്ടേ? കാരണം 10 വർഷത്തെ ഭരണം പറയണ്ട. 10 വർഷത്തെ ഭരണം കണ്ട് 10 വർഷത്തെ ഭരണം ഉണ്ട്. ചേട്ടൻ അഭിപ്രായം പറയാൻ പേടിയാണോ? അഭിപ്രായം പറയാൻ പേടിയാണോ? എനിക്ക് അഭിപ്രായം പറയാനില്ല. എനിക്ക് അതിന്റെ പുറകെ നടക്കാനായിട്ട് എനിക്ക് പറ്റൂല. അതുകൊണ്ട് അല്ല ചേട്ടൻ വോട്ട് ചെയ്യുന്ന നിലയിൽ ചേട്ടൻ അഭിപ്രായം പറയാം. പിണറായിനോടില്ല. ഈ രാജാവ് നല്ലതാണെങ്കിൽ അണികളും നല്ലതായിരിക്കും, രാജാവ് മോശമാണെങ്കിൽ അണികളും മോശം. അണികളിപ്പോ എങ്ങനെയുണ്ട് ചേട്ടാ? അത് നിങ്ങൾ തന്നെ തീരുമാനിച്ചോന്ന്. ചേട്ടന്റെ അഭിപ്രായം പറ. 10 വർഷം കേരളത്തിൽ ജീവിച്ച ഒരാളെന്ന നിലയിൽ ചേട്ടന്റെ അഭിപ്രായം പറയണ്ടേ മുഖ്യമന്ത്രിയെ കുറിച്ചിട്ട്? എനിക്ക് ഗുണമില്ല ദോഷമില്ല. ഗുണമില്ല ദോഷമില്ല. അപ്പൊ ഇനി മുന്നോട്ട് നയിക്കണം, പിണറായി മുന്നോട്ട് നയിക്കണം. അത് നിങ്ങൾ തീരുമാനിച്ചാൽ മതി, ജനങ്ങൾ തീരുമാനിക്കട്ടെ. ജനം എന്ന് പറഞ്ഞാൽ ചേട്ടൻ ഒരു ഭാഗമാണ് ജനം നിലയില്. അപ്പൊ ചേട്ടൻ ഞാൻ ഒരാളെ ഉണ്ടായില്ല, ഒരാളെ കൊണ്ട് ഇത് ഞാൻ ഒരാളെ കൊണ്ട് നാട് നന്നാക്കാൻ പറ്റില്ല. പറ്റൂല. അപ്പൊ ചേട്ടൻ വോട്ട് ചെയ്യൂല? ഞാൻ വോട്ട് ചെയ്യണില്ല. വോട്ട് ചെയ്യില്ല. ശരി. ആൾക്ക് വോട്ട് ചെയ്യണില്ല. എന്നറിയാം, ചങ്കൂറ്റുള്ള ഒരുത്തനല്ല ഉണ്ടെങ്കിൽ അത് മോദിയെ മാത്രമേ ഉള്ളൂ. ചേട്ടൻ മോദി ഭക്തനാ? മോദി ഭക്തനാണ്. ഞാൻ BJP കാരനാണ്. BJP കാരനാണ്. അത് പറഞ്ഞു ചങ്കൂത്ത് പറ. ഞാൻ BJP കാരനാണ്. എത്ര സീറ്റ് കിട്ടും ഇപ്രാവശ്യം BJPക്ക്? BJPക്ക് സീറ്റ് കിട്ടണ എനിക്ക് അത് ജനങ്ങൾ തീരുമാനിക്കണം. അവരുടെ പ്രവൃത്തി അല്ലാണ്. മോദിനെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്, അല്ലാതെ വേറെ ആളല്ല. ഇന്ത്യ ഭരിക്കാൻ അയാളെ കഴിഞ്ഞ് വേറെ ആരും. BJP കാരന്റെ നിലയിലില്ലേ സുരേഷ് ഗോപിയുടെ പ്രവൃത്തികളൊക്കെ എങ്ങനെയുണ്ട്? സുരേഷ് ഗോപിയുടെ പ്രവൃത്തി ഞാനത് അന്വേഷിക്കാറില്ല. സുരേഷ് ഗോപി നല്ലതാണെങ്കിൽ അയാൾ ജയിക്കും. ഒരു BJP പ്രവർത്തകൻ നിലയിൽ ഞാൻ BJP പ്രവർത്തകനല്ല, ഭക്തനാണ്. മോദി ഭക്തനാ. മോദിയുടെ ആളാണ്. മോദി കേരളം അല്ലെ മോദി ഭരണം കേരളത്തിൽ ആഗ്രഹിക്കുന്നുണ്ടോ? അത് വരില്ല. അങ്ങനെ ആഗ്രഹമില്ല. വരില്ല. കേരളത്തിൽ വരില്ല. കേരളത്തിൽ BJP വരില്ല. ഉറപ്പാണ് എന്ന് BJP പ്രവർത്തകൻ പറയുന്നു. അങ്ങനെ കൂടി പറഞ്ഞു. ഇല്ല, BJP-ക്കാർക്ക് തന്നെ അറിയാം കേരളത്തിൽ BJP-കാർ വരില്ല എന്നല്ലേ? അത് അവർക്കറിയാം. എന്നിട്ട് വെറുതെ എന്തിനാണ് മത്സരിച്ചോണ്ടിരിക്കണത്? ഒരു കാര്യമില്ലാതെ അവര് മത്സരിക്കട്ടെ. അവർ ജയിക്കും. 10 പ്രാവശ്യം ഭരിക്കുമ്പോ 10 പ്രാവശ്യം ആയി കഴിയുമ്പോ ഒരു പ്രാവശ്യം ജയിക്കും. ജനങ്ങൾ മനസ്സിലാക്കണം, ഓരോരുത്തരുടെയും ഭരണം മനസ്സിലാക്കണം. മനസ്സിലായ? അത് ജനങ്ങൾ മനസ്സിലാക്കിയാലേ അത് നാട് ആണെങ്കിലില്ലേ പ്രവൃത്തിയല്ല ആയിരിക്കണം. പേരൊന്നും പറയണ്ട.